പ്രഭുദേവയുടെ മൂവിയില് ഒരു പയ്യനെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, പ്രഭുദേവ മൂവി എന്ന് പറയുമ്പോൾ ABCD ഒക്കെ പോലത്തെ ഒരു 100 ഡാൻസേഴ്സ്, അതിലൊരു ഡാൻസർ, ഏതെങ്കിലും സൈഡിലൊരു ഡാൻസർ. അങ്ങനെ ഓഡീഷന് പോയപ്പോ അവര് പറഞ്ഞു പ്രഭുദേവ സാറിന്റെ ചൈൽഡ്ഹുഡ് വന്നു. ഡാൻസർ ആണോ? ക്ലാസിക്കലൊക്കെ ഫോക്കും. ഓക്കെ, കണ്ണ് കാണുമ്പോ തന്നെ മനസ്സിലായി അത്യാവശ്യം ഡാൻസർ ആവുന്ന. ഞാൻ ഒരു കാര്യം പറയാൻ വന്നാ എന്തുറ്റി? ഐ ലവ് യു. എടാ, നീ എങ്ങനെയാ സത്യത്തിൽ ഈ പടത്തിൽ വന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അനിയൻ ഒന്നും എന്നോട് പറയാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതങ്ങ് പ്രയോജനപ്പെടുത്താന്ന് ഞാൻ മുതലെടുക്കണ്ടേടാ. ഇതൊക്കെയല്ലേ ഒരു ചേച്ചിക്ക് അവസരം കിട്ടുള്ളൂ. നീല അതിന്റെ ഒരു ഫ്രണ്ടാണ്. അതെന്താന്ന് തുറന്നു വെച്ചാ നീല ഹായ്, ഐ ആം ഗുഡ്, ഹൗ ഹാവ് യു ബീൻ, ഹൗ ആർ യു എന്ന് ചോദിച്ചപ്പോ അത് തുറക്കടാ, നീ തുറന്നില്ലല്ലോ. ചാറ്റ് തുറക്കണോ? അല്ല, ഇവന് ലെറ്റർ ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ പറയട്ടെ, അത് ഇങ്ങനെ വിളിച്ചിട്ട് എന്റെ അച്ഛനേക്കാളും എനിക്ക് നിന്നെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് തോർക്കണില്ലേ? ആ കൊച്ചൊക്കെ ഉണ്ടോടാ? കൊച്ചൊക്കെ ഉണ്ട്. ഉണ്ടോ? കേരള കൊച്ചൊന്നും ഇത് കാണില്ലേ? ഈ ജന്മം എങ്ങനെ അച്ഛനായി, മകനായി, ഭർത്താവായി ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം, നമസ്കാരം. വെൽക്കം ടു ദ കെന്നാ ഷോ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് പെറ്റാറാപ്പ് എന്ന തമിഴ് മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് കെയ്ൻ സണ്ണി ആൻഡ് മഞ്ചാടി. നമസ്കാരം. ഹായ്, വെൽക്കം ടു ദ കെന്നാ ഷോ. സുഖാണോ? സുഖം, നല്ല രീതിയിൽ പോകുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കൂടെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എനിക്ക് ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ അഭിനയിച്ച മൂവിയിൽ എനിക്കിങ്ങനെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഇപ്പോൾ എൻ്റെ സ്വന്തം ബ്രദർ, അതായത് എൻ്റെ ആങ്ങള, ഒരു പടത്തിൽ ആക്ട് ചെയ്ത് പെറ്റാറാപ്പ് എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ അവൻ ആണ് കെയ്ൻ സണ്ണി. അപ്പം വെൽക്കം. താങ്ക് യു. ആദ്യമായിട്ടാണ് എൻ്റെ മുന്നിൽ ഇത്ര വിനയത്തോടെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത്. സോ മഞ്ചാടി, അത് മഞ്ചാടിയോട് സംസാരിച്ചിട്ട് പയ്യെ ആംഗ്ലയിലേക്ക് പോകാം. സോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ സിനിമയൊക്കെ ഇറങ്ങി, ആൾക്കാരൊക്കെ റെസ്പോൺസ് ഒക്കെ കിട്ടി, ഇപ്പൊ ഹാപ്പിയാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം അല്ലേ തമിഴിലേക്കുള്ള? തമിഴ് ഫസ്റ്റ് ടൈമാ. ഓക്കെ, അതും വേദികയുടെ കുട്ടിക്കാലായിട്ട്. അപ്പം ആ ഒരു ചാൻസ് അല്ലെങ്കിൽ ആ ഒരു ഓഫർ ഒക്കെ വന്നപ്പോ എന്തായിരുന്നു ആദ്യം മനസ്സിൽ ഫീൽ ചെയ്തത്? ആദ്യം നമ്മള് സിനിമകളുടെ അടുത്ത് പോയി. അപ്പൊ അങ്ങള് കഥയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഓക്കെ, സെലക്ട് ആയി. നമ്മൾ സോങ് ആന്ന് പറഞ്ഞിരുന്നു. തുടങ്ങുമ്പോ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ. പക്ഷെ പാട്ടൊക്കെ വന്നു, ആ ഒരു സെറ്റിലൊക്കെ എത്തിയപ്പോ നല്ല സ്മൂത്ത് ആയിട്ട് പോയി. ഓക്കെ, മഞ്ചാടി 10th പഠിക്കുന്നത് അല്ലേ? ചെറിയ കുട്ടിയാണ്. ഓക്കെ, പക്ഷേ സ്ക്രീനിലായാലും ഇപ്പൊ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര മെച്ചുവർ ആയിട്ട് ഭയങ്കര ബോൾഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇവന്റെ ജോസു എന്നാട്ടോ നിക് നെയിം. കെയ്ൻ സണ്ണി എന്ന് അങ്ങനെ ഗാംഭീര്യമായ പേര് എനിക്ക് കെന്നാ സണ്ണി എന്ന് അച്ഛൻ ഇട്ടാലും ജോസു എന്നാണ് ഇവനെ വിളിക്കുന്നത്. സോ ഇടയ്ക്ക് ഞാൻ ജോസു എന്ന് അറിയാതെ വിളിച്ചു. എടാ, നീ എങ്ങനെയാ സത്യത്തിൽ ഈ പടത്തിൽ വന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തിൽ വരാൻ കാരണം ഒന്ന് സിനി സാറും, രണ്ട് എന്റെ അപ്പനും കൂടെയാണ്. അതെ, ഞങ്ങളുടെ തന്ത സണ്ണി. അപ്പൊ എന്നോട് ഒരു ദിവസം റാൻഡോ ആയിട്ട് അപ്പൻ വന്നിട്ട് പറഞ്ഞു, ഒരു സിനി സാറിന്റെ ഒരു പടത്തിന്റെ ഒരു ഓഡീഷൻ വന്നിട്ടുണ്ട്, ഡാൻസ് അറിയാവുന്നൊരു പയ്യൻ വേണം. ഞാൻ ഡാൻസ് കണ്ടോട്ട് കളിക്കുന്നതുകൊണ്ട് ഞാൻ ഡാൻസിൽ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ പ്രഭുദേവയുടെ മൂവിയില് ഒരു പയ്യനെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, പ്രഭുദേവ മൂവി എന്ന് പറയുമ്പോൾ ABCD ഒക്കെ പോലത്തെ ഒരു 100 ഡാൻസേഴ്സ്, അതിലൊരു ഡാൻസർ, ഏതെങ്കിലും ഒരു സൈഡിലൊരു ഡാൻസർ. അങ്ങനെ പക്ഷെ ഞാൻ അതിലും ഹാപ്പി ആയിരുന്നു. പ്രഭുദേവയുടെ മൂവിയിലൊരു ഞാനൊരു ഡാൻസർ ആയിട്ട് ഞാൻ കുറെ ചെറുപ്പം തൊട്ട് ഇപ്പൊ പ്രഭുദേവയുടെ സാറിന്റെ മൂവീസും ഇപ്പൊ അല്ലു അർജുൻ അങ്ങനെ അവരുള്ളവരുടെ ഒക്കെ മൂവീസും സോങ്സ് ഒക്കെ കൂടുതൽ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഭയങ്കര ആയിട്ട് വന്ന ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എൻ്റെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഓക്കെ, ഞാൻ ഹാപ്പി ആയിരുന്നു. നല്ല ഒരു രസമായിരിക്കും പരിപാടി. എന്താന്ന് പറഞ്ഞാൽ ഓഡീഷന് പോയപ്പോ അവര് പറഞ്ഞു പ്രഭുദേവ സാറിന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, ഞങ്ങള് ലുക്ക് വൈസ് എനിക്കൊരു സിമിലാരിറ്റിയും തോന്നിയില്ല. അപ്പൊ എന്താണേലും അത് വെറുതെ ഓക്കെ, എന്താണല്ലോ അറ്റൻഡ് ചെയ്യാം, നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെന്നു.
അവിടെ ഇരുന്നപ്പോ എന്നെ ഇങ്ങനെ ഇരുന്നു, എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് അവിടെ വെച്ച് എന്തോ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു, ഒരു ഓഡീഷന്റെ ഒരു സിറ്റുവേഷൻ തന്നു. ഞാൻ പിന്നെ അത് കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് ചെയ്തു. കുഴപ്പമില്ല, കോൺഫിഡന്റ് ആയിരുന്നു, പക്ഷെ മിസ്റ്റേക്സ് ഉണ്ടായി. പക്ഷെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു. ലൈക്ക് സിനു സാർ ഓപ്പോസിറ്റ് എന്റെ ഒരു ഗേൾ ഫ്രണ്ട് പോലെ നിന്നു. സിനു സാറിനെ കൺവിൻസ് ചെയ്ത് റൈഡ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാനതിങ്ങനെ ചെയ്തു. അതെങ്ങനെയാ, അതൊന്ന് റീക്രിയേറ്റ് റീക്രിയേറ്റ് പറ്റില്ല, ഒന്ന് കാണിക്കടേ. ഞാൻ വെറുതെ ഇങ്ങനെ ചെന്നു, വാ നമുക്ക് റൈഡ് പോവാന്നൊക്കെ പറഞ്ഞു. സിനു സാർ ഇല്ല ഞാൻ വന്നില്ല, നീ പൊക്കോന്നൊക്കെ പറഞ്ഞു. ഞാനത് വെറുതെ എന്തൊക്കെ കാണിച്ച് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ സിനു സാർ എന്നോട് പറഞ്ഞു നോക്കട്ടെ വിളിക്കാം. സിനു സാറിന്റെ വൈഫ് റിയ ചേച്ചി അവിടെ ഉണ്ടായി. റിയ ചേച്ചി അപ്പൊ എന്നെ നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ സിനു സാർ എന്റെ കാര്യത്തിൽ ലൈക്ക് ഓക്കെ നോക്കാം എന്നുള്ള രീതിയിൽ നിന്നപ്പോ റിയ ചേച്ചി ഓക്കെ ഇവൻ നല്ല രീതിയിൽ ചെയ്യേണ്ട, കോൺഫിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അത്ര കോൺഫിഡന്റ് ഒന്നും അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ താഴെ വിറച്ചോണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. കോൺഫിഡന്റ് ആണോന്ന് ചോദിച്ചാൽ അത്ര കോൺഫിഡന്റ് അല്ല, വിറക്കുണ്ട്. പക്ഷെ കുഴപ്പമില്ല നീ ചെയ്യാം നോക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ ഞാനത് വിട്ടു. കുറെ നാളത്തേക്ക് അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം തന്നെ അപ്പനെ കോൾ ചെയ്ത് അവൻ കോൺഫിഡന്റ് ആണോ അവനെ കൺഫേം ചെയ്യാന്ന് പറഞ്ഞു. അത് ഞാൻ ഭയങ്കര ടെൻഷനായി. അയ്യോ കൺഫേം ചെയ്യണോ? കാരണം ഞാൻ അങ്ങനെ വലിയ എനിക്ക് ഇപ്പൊ മഞ്ചാടീനെ പോലെ അല്ലെങ്കിൽ എന്റെ ഒപ്പം അന്ന് വർക്ക് ചെയ്ത ആരെ പോലെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതും ആദ്യം തന്നെ ഇത്രയും വലിയൊരു പ്രൊജക്ട്, ഒരു തമിഴ് മൂവി, അതും പ്രഭുദേവ സാറ് മെയിൻ ലീഡ്, പിന്നെ വേദിക മാം, പിന്നെ ഡീമൻ മ്യൂസിക്കൽ. അപ്പൊ ഞാൻ ഇത്രയും വലിയൊരു കമ്മിറ്റ്മെന്റ് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഓർത്ത് ഓക്കെ ടൈം ഉണ്ട്, പ്രിപ്പയർ ആവാം. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ? ഓ പിന്നെ അതൊക്കെ എടുത്തു പറ. നിന്റെ സപ്പോർട്ട് വളരെ വലിയൊരു സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ വരെ എത്താൻ പറ്റി. താങ്ക് യു. ഓക്കെ, മഞ്ചാടി ഫസ്റ്റ് പ്രൊജക്ട് ഏതായിരുന്നു? എങ്ങനെയാണ് ഈ ഒരു അഭിനയ രംഗത്തിലേക്ക് വന്നത്? ഫസ്റ്റ് ഞാൻ മഴവില്ല ഒറ്റച്ചിലം എന്ന് പറഞ്ഞ സീരിയലാണ് ചെയ്തത്. 7 വയസ്സ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മെയിൻ ക്യാരക്ടർ ആയിരുന്നു. പിന്നെ കുറെ ഷോസ് ഒക്കെ സൂര്യയിലും ഒക്കെ ചെയ്തു. പിന്നെ ഫസ്റ്റ് മൂവി ചെയ്ത ഇര, അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മിയ ചേച്ചിയുടെ ഒക്കെ കൂടിയായിരുന്നു. പിന്നെ ബ്രദേഴ്സ് ഡേ ചെയ്തു, ഞാൻ മേരിക്കുട്ടി, മധുരരാജ, മാർക്കോണി മത്തായി മൂവീസ് ചെയ്തു. പിന്നെ ഫ്ലവേഴ്സിൽ ആങ്കർ ആയിട്ട് ടോപ്പ് സിംഗറിലുണ്ടായിരുന്നു. മീനാക്ഷി. അതാണ് എനിക്ക് എവിടെയോ അതൊരു കണക്ഷൻ കിട്ടിയായിരുന്നു. അത് 10th എനിക്ക് സ്റ്റഡീസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് നേരം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക്. അപ്പൊ ഒരു ഓൾറൗണ്ടർ ആണ് എന്ന് വേണമെങ്കിൽ. ഡാൻസർ ആണോ? ക്ലാസിക്കലൊക്കെ ഫോക്കും. ഓക്കെ, കണ്ണ് കാണുമ്പോ തന്നെ മനസ്സിലായി അത്യാവശ്യം ഡാൻസർ ആവുന്ന. ജോസ്, ഇങ്ങനൊരു സെഗ്മെന്റിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. പൊതുവെ പിന്നെ അങ്ങനെ തുറന്നു പറയുന്ന കൂട്ടത്തിലൊന്നും അല്ല സാധാരണ. എല്ലാ സീക്രട്സും സാധാരണ ഇളയാങ്ങളമാര് പെങ്ങന്മാരോട് പറയല്, ചേച്ചിമാരോടൊക്കെ പറയുന്നതാണ്. പക്ഷെ എന്റെ അനിയൻ ഒന്നും എന്നോട് പറയാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് അങ്ങ് പ്രയോജനപ്പെടുത്താന്ന് ഞാൻ. അങ്ങനെ പറയുന്നവരെ വേണം ആദ്യം സൂക്ഷിക്കാനായിട്ട്. അപ്പൊ ഞാൻ ചെറിയൊരു മഞ്ചാടിക്ക് ഫോണില്ല അല്ലെ? മഞ്ചാടി കുഞ്ഞു കുട്ടിയാണ്, 10th ബോർഡ് എക്സാം ഒക്കെ. അമ്മയുടെ ഫോൺ ആയതുകൊണ്ട് നിനക്ക് ഫോണുണ്ട്. ഓക്കെ, വാട്ട്സ് ഇൻ യുവർ ഫോൺ? ഒരു ചെറിയൊരു ഗെയിമാണ്. അത് നമുക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നീ കാണിച്ചാൽ മാത്രം. ഫോൺ എടുക്ക കയ്യില്. ഇത് എനിക്കിട്ട് നീ മുതലെടുക്കണ്ടേടാ, ഇതൊക്കെയല്ലേ ഒരു ചേച്ചിക്ക് അവസരം കിട്ടുള്ളൂ. ഓക്കെ, ഫോൺ എടുത്തല്ലോ? എടുത്തു. നീ ലാസ്റ്റ് മെസ്സേജ് അയച്ചത് ആർക്കാണ്? വാട്സാപ്പില് അല്ലേ? വാട്സാപ്പിലും കാണിക്കണം, ഇൻസ്റ്റയിലും കാണിക്കണം, ടെക്സ്റ്റ് മെസ്സേജും കാണിക്കണം. 3 കാണിച്ചു. അല്ല, ടെക്സ്റ്റ് വേണ്ട, സ്നാപ്പിൽ മെസ്സേജ് അയക്കാറില്ലേ? സ്നാപ്പിൽ അയക്കണേ ആണോ? ഓക്കെ, സ്നാപ്പിനെ പറ്റി വലിയ പിടിയില്ല. ഓക്കെ, വാട്സാപ്പില് മഞ്ചാടി ഒന്ന് നോക്കിക്കോണേ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇതിനകത്ത് ശ്രാവൺ ഉണ്ട്, പിന്നെ എന്റെ ഡാൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമതോ? അത് സോൾ TV. ഞാൻ ഈ അടുത്തൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ മൊത്തം അതിന്റെ അടിയിലോ? 4ാമത്തെ 5ാമത്തെ? 4ാമത്തേല് സോൾ TVയുടെ തന്നെ വേറെ നമ്പർ, പിന്നെ അതിന്റെ താഴെ നിത്യ എന്റെ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇൻസ്റ്റ ഒരു 6 വരെ പോക്കോട്ടോ, 6 നമ്പർ വരെ പോക്കോ, പറയാൻ പറ്റത്തില്ല. ഇൻസ്റ്റ ഫസ്റ്റ് മഞ്ചാടിയാണ്. മഞ്ചാടി നമ്മൾ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. പിന്നെ നീല അതിന്റെ ഒരു ഫ്രണ്ടാണ്. അതെന്താന്ന് തുറന്നു കാണിച്ചാ? നീല ഹായ്, ഐ ആം ഗുഡ്, ഹൗ ഹാവ് യു ബീൻ, ഹൗ ആർ യു എന്ന് ചോദിച്ചപ്പോ തുറക്കടാ, നീ തുറന്നില്ലല്ലോ. ഇത്രേ ഉള്ളൂ. എന്റെ മൂവി കണ്ടപ്പോ ആളെനിക്ക് ഒരു അപ്രിസിയേഷൻ മെസ്സേജ് അയച്ചു. Hey, go to know about your movie. Immensely proud of you. Always finally achieving what you always wanted to do. Way to go. Thank you so much. I hope you are doing good. Okay.
മതി ഇനി വേറെ ഇല്ല ഇൻസ്റ്റയിലെ ഹൈഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഹൈഡ് സ്റ്റോറി, ആ അതൊന്ന് കാണിച്ചേ. ആരൊക്കെ ഹൈഡ് ചെയ്ത്, എന്നെയൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്? ഇല്ല. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവണില്ല. അപ്പനെ ഒരു പ്രാവശ്യം ഹൈഡ് ചെയ്തിട്ടായിരുന്നു. അത് എന്റെ ഹൈറ്റ് സ്റ്റോറി 0 people ആട്ടോ. ആണോ? നീ അപ്പനെ മാറ്റിയോ? ആ ഒരു പ്രാവശ്യം ചെറുതായിട്ട് അപ്പയൊന്ന് കണ്ടുപിടിച്ചു. സ്റ്റോറി ഇട്ടത് അറിയാണ്ട് ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്ക് പോയി കിടന്നിരുന്നു അല്ലേ? ഓക്കെ, ലാസ്റ്റ് കോള്. അതും ഇപ്പൊ മിക്കവാറും പറയും ശ്രാവൺ. ഇല്ല, മിഥിൽ എന്ന് പറഞ്ഞോണ്ട് ഒരു എന്റെ ഒരു ഫ്രണ്ടാണ്. പിന്നെ ശിവാൻഡ്രു എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ, പിന്നെ ശ്രാവൺ. മതി മതി മതി. നിന്റെ ഒന്നും ഇല്ലേടാ. ഡിലീറ്റഡ് പിക്സ്. ഡിലീറ്റഡ് പിക്സ് എങ്ങനെയാണ്? ഗാലറിയില് ഡിലീറ്റഡ് പിക്സ് ഡിലീറ്റഡ് പിക്സ് കാണിച്ചേ. 3 ഞങ്ങളുടെ ഒരു ഡാൻസിന്റെ ഒരു വീഡിയോ. എത്ര? ഓക്കെ ഗൈസ്, താങ്ക് യു. ഓക്കെ, ഇൻസ്റ്റാ സെർച്ച്. നീ ആരെയാണ് സെർച്ച് ചെയ്തത് ലാസ്റ്റ്? ശിവാനി മേനോൻ. ആ, പിന്നെ പേട്ടാറാപ്പ് SJ സിനു ഞങ്ങളുടെ പടത്തിന്റെ ഇത് ടാഗ് ചെയ്യാൻ ഓക്കെ. ശിവാനിനെയാണ് സെർച്ച് ചെയ്തത്, നമ്മുടെ ഉപ്പുമുളകില്ലേ വേണ്ടി. അല്ലേ? അപ്പം ശിവാനി ഈ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഒപ്പം ആക്ച്വലി ഓപ്പോസിറ്റ് പെയറായിട്ട് എന്റെ സ്കൂൾ സീൻസില് ശിവാനി ആയിരുന്നു. അതെ അതെ, എന്റെ എതിരാളി. ആ അതെ മഞ്ചാടിയുടെ എതിരാളി. അതെ അതെ. അപ്പൊ ഞങ്ങക്ക് കൂടുതൽ ലൈക്ക് മഞ്ചാടിയായിട്ട് എനിക്ക് സീൻസിലെ കൂടുതൽ അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത് ശിവാനിയായിട്ട്. ശിവാനിയായിട്ട് പുറകിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ആ പുറകിലൊക്കെ ഉണ്ടായി. അതെ, കുറച്ച് കഴിയുമ്പോഴാണ് മഞ്ചാടി ആണെന്ന് റിവീൽ ചെയ്ത് വരുന്നത് അല്ലേ? ആക്ച്വലി മഞ്ചാടിക്കാണ് കഥ വരുമ്പോ കൂടുതൽ ഇതുണ്ടെങ്കിലും പക്ഷെ അവിടെ ശിവാനി ആയിരുന്നുണ്ടായിരുന്നു. ശിവാനിയായിട്ട് നീ ഫസ്റ്റ് ടൈം അല്ലേ നേരിട്ട് കാണുന്നത്? എല്ലാം ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം ആയിരുന്നു. ശിവാനിയും ഡാൻസർ ആണ് അല്ലേ? ശിവാനി നല്ല ഡാൻസറാണ്, ആക്ടറാണ്. അതെ, എല്ലാം ആണ്. അപ്പം ആളുടെ ഒപ്പം ആദ്യം ഓപ്പോസിറ്റ് ഞാൻ എന്നോട് സിനിസർ എന്നോട് തുടക്കം തൊട്ട് എനിക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ തരുമായിരുന്നു. സിനിസർ മറ്റേ പടം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് 1 വീക്ക് മുമ്പ് തന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ച് പരിപാടികളൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പ്രിപ്പയർ ആക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ, അപ്പൊ എന്നോട് ഇത് പറഞ്ഞിരുന്നു, നിന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാൻ പോണ 2 കുട്ടികളും അവര് എക്സ്പീരിയൻസ്ഡ് ആണ്, അവര് അടിപൊളിയാണ്, അവര് ഇങ്ങനെ സീൻ ഇട്ട് കഴിഞ്ഞാൽ ടക്ക് ടക്ക് പിടിക്കും. ശിവാനിയൊക്കെ കീ കൊടുത്ത പോലെയാണ്, അപ്പൊ തന്നെ സീൻ പിടിച്ച് ചെയ്യും. അവർ രണ്ടുപേരും എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ നീ അതിനൊപ്പം പിടിച്ചിരിക്കണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞാണ്, നീ അപ്പൊ അത്രയും ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനും ഓക്കെ അപ്പൊ ഞങ്ങള് ആക്ച്വലി ചെറിയൊരു റൊമാൻസ് വർക്ക്ഔട്ട് ചെയ്യണ സീനാണ്. അപ്പോ ശിവാനി ഇങ്ങനെ ഒരു സീൻ പറഞ്ഞു, സിനിസർ ഇങ്ങനെ സ്കാനം പറഞ്ഞു, നിങ്ങൾ നടന്നു തന്നെ ഇത് പറയണം. ഓക്കെ, അപ്പൊ ആക്ഷൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കും, ഓക്കെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്ന കാര്യം ടെൻഷൻ. അപ്പൊ ശിവാനി പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ നോക്കി, എന്നിട്ട് എന്റെ ഷോൾഡർ കഴിച്ചിട്ട് കണ്ണില് നാണമൊക്കെ വരുത്തിയിട്ട് ഇങ്ങനെ പയ്യെ ആള് മൂടി പിടിച്ചിട്ട് ആള് റെഡി ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ടെൻഷൻ ചെയ്ത് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാനിനി എങ്ങനെ ഈ സീനിലേക്ക് വരിക. അപ്പൊ അങ്ങനെ ലൈക്ക് ആള് പ്രിപ്പയർ ആയി. ഭയങ്കര അതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ആളത്രയും വർക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ അത്രയും ചെയ്തിട്ടാണ് ഒരു സീൻ ചെയ്യണത്. അപ്പൊ അവരത്രയും പ്രിപ്പയർ ആവുന്നുണ്ട്, ക്യാമറയ്ക്ക് മുന്നേ അവർ അഭിനയിച്ചു തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിലേക്ക് കയറുന്നുണ്ട്. മഞ്ചാടിക്കും ഈ മൂവി ഇൻകം കിട്ടിക്കാണും. മഞ്ചാടിക്ക് ഫസ്റ്റ് കുറെ മൂവീസ് അഭിനയിച്ച ജോസുണ്ട്, ഫസ്റ്റ് മൂവിയാണ്. മഞ്ചാടിക്ക് ഇതിനു മുന്നേയും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇൻകം കൊണ്ട് എന്താ ചെയ്തത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഈ മൂവിയുടെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ മാല മേടിച്ചു. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വന്തമായിട്ട് ഒരെണ്ണം എന്തെങ്കിലും മേടിക്കുക അല്ലെ, സ്വന്തമായിട്ട് ഒരു അപ്രീഷിയേറ്റ് ചെയ്യണ പോലെ. ജോസു നീ എന്താ വാങ്ങിയേ? പറ. ഞാൻ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയപ്പോ ഞാനൊരു ബൈക്ക് വാങ്ങി. അതെ, അത് ഞാൻ ഒരു ലൈക്ക് എന്റെ കുറെ നാളത്തെ ഒരു ഡ്രീം ആയിരുന്നു. വാങ്ങുവാണെങ്കിൽ ആദ്യം വാങ്ങുവാണെങ്കിൽ ബൈക്ക് വാങ്ങാം, പക്ഷെ അത് എനിക്ക് ഇത്ര പെട്ടെന്ന് കിട്ടുന്നില്ല. അത് ഈ മൂവി വന്നോണ്ട് മാത്രമേ എന്റെ ഒരു കൈൻഡ് ഓഫ് ഡ്രീം ആയിരുന്നു എന്റെ ആ ബൈക്ക് എടുക്കാന്നുള്ളൊരു. ഞാൻ എനിക്ക് കിട്ടിയ വർക്കിൽ അല്ലെങ്കിൽ വേറെ ഒരു ഇത് വെച്ചോണ്ട് ഞാൻ തന്നെ എടുത്തു എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ എടുത്തു. പക്ഷെ അവൻ ആ ബൈക്കിന്റെ സീറ്റ് ഒരു സീറ്റ് ആക്കിയിരിക്കുകയാണ്, ബാക്കി സീറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞെടുത്തങ്ങാണ്ട് ഇവന്റെ ബൈക്കിന്റെ ബാക്കിലൊന്ന് കയറിയത്. അത് എന്തുകൊണ്ടാ നീ ഒരു സീറ്റ് ഊരി വെച്ചിരിക്കുന്നത്? അതില് ഒന്ന് എനിക്ക് ആ ബൈക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ കണ്ട് എനിക്ക് ബൈക്കിന് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാ. രണ്ടാമത്തെ കാര്യം എനിക്ക് ഏത് ബൈക്കാന്നും കൂടെ പറഞ്ഞു ആൾക്കാർ. കോണ്ടിനെന്റൽ GT ഫസ്റ്റ് എഡിഷൻ 535. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കുമ്പോ എനിക്ക് വണ്ടിയിൽ ഇഷ്ടം. എനിക്ക് പൊതുവെ ഒരാളെ
ബാക്കിൽ വെച്ച് ഓടിക്കുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ലൈക്ക് എനിക്ക് വേണ്ട രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അവര് ചിലപ്പോ പേടിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വലിയ റാഷ് ഡ്രൈവർ ആണെന്നല്ല, പക്ഷെ ലൈക്ക് എനിക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ഓടിക്കാൻ, അല്ലെങ്കിൽ അപ്പോ എനിക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ ഇച്ചിരി കൂടെ എനിക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്താ, രണ്ട് കാര്യം എന്നാ നീ പറഞ്ഞോളൂ. രണ്ട് കാര്യം മതി. ഓക്കെ, നിനക്കിപ്പോ ബാക്കിലിരുത്ത് ഓടിക്കാൻ താല്പര്യം ഇല്ല, അല്ലെങ്കിൽ ആൾക്കാർ പേടിക്കും. നീ ഓടിച്ചതിൽ ഒട്ടും ബാക്കിലിരുത്താൻ താല്പര്യം ഇല്ലാത്ത ഒരാളാരാ പെട്ടെന്ന് നിന്റെ ഡ്രൈവിംഗിൽ പേടിക്കുന്നതും? അത് ഞാൻ ഒരു പ്രാവശ്യം ഒരു ലൈക്ക് നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഒരു ഞാൻ പേടിച്ചു. ഞാൻ ഒരു എവിടെ ഒരു കാര്യത്തിനുണ്ട് ഞാൻ ധൃതി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോ എന്നോട് സ്കൂളിൽ പോണ ഒരു പയ്യൻ ലിഫ്റ്റ് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതുപോലെ ലിഫ്റ്റ് കുറെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊതുവെ എന്നോട് ലിഫ്റ്റ് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ നിർത്താറില്ല. പക്ഷെ ഞാൻ അപ്പൊ നിർത്തി, ലൈക്ക് എനിക്ക് നിർത്താണ്ട് പോകുമ്പോഴുള്ള ഫീലിങ്സ് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിർത്തി കൊടുത്തു. അപ്പൊ നിർത്തി കൊടുത്തപ്പോഴത്തേനും ലൈക്ക് അവൻ കയറി, ഞങ്ങൾ പോയി. പക്ഷെ ഞാൻ ഈ ധൃതിയിൽ ഉള്ള പോക്കെന്ന് പറയുമ്പോ ഈ പോക്കിൽ അവൻ നല്ല പേടിക്കണ്ടായിരുന്നു ബാക്കിൽ ഇരുന്ന്. അവൻ എന്നെ, ഞാൻ അപ്പൊ അവനോട് പറഞ്ഞു പിടിച്ചിരുന്നു, കുറച്ച് അത്യാവശ്യം ഉണ്ട്. അപ്പൊ എനിക്ക് അവൻ അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായില്ല, അവന് വേറെ നല്ലൊരു ഉണ്ട്. പിന്നെ ഞാൻ ബാക്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്ത് അവർക്ക് ഒരു ഇത് വരണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എനിക്കും കുറെ പേര് ലിഫ്റ്റ് തരാതെ, ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും. അപ്പൊ ലിഫ്റ്റ് തരാതെ പോണത് ആരും വേറൊന്നും കൊണ്ടല്ല ഗൈസ്, ഇതുകൊണ്ടായിരുന്നു. കൊറേ പേര് ചോദിച്ചിട്ടുണ്ടോ? പിന്നെ ലിഫ്റ്റ് ചോദിക്കാറുണ്ട് പിള്ളേര്, പക്ഷെ ഞാനപ്പോ ചിലപ്പോ കൊടുക്കാറില്ല. പക്ഷെ അത് വേറെ ഉദ്ദേശം കൊണ്ടൊന്നുമില്ല, വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ഒരു അവർക്കൊന്നും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ടാസ്ക് തരാൻ പോവാണ്. മഞ്ചാടിക്ക് കൊടുക്കണോട്ടെ, എന്റെ ഒരു ടാസ്ക് എന്തെങ്കിലും ചെറിയ കുട്ടി ടാസ്ക് ഒക്കെ എനിക്ക് വലിയ പ്രായം. അല്ല, അത് ഞാൻ തരും. ഇത് ഹെവി ടാസ്ക് ആണ്, അത് മഞ്ചാടിക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു ടാസ്ക് തരാണ്, 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നിനക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം. നിനക്ക് ഞാൻ ആ ഫ്രീഡം തന്നിരിക്കുകയാണ്. അപ്പൊ നിനക്ക് ഡാൻസിലൂടെ ഒരുപാട് ആരാധികമാരൊക്കെ ഇവന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും എസ് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഇവന് ആരാ ഇത്രയും പേരൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഞാൻ വിചാരിക്കും. ഓക്കെ, അപ്പോ ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ടാവൂലോ? നീയല്ലേ പറഞ്ഞ ഒരു ലെറ്റർ ഒക്കെ? അല്ല, ഇവന് ലെറ്റർ ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ പറയട്ടെ, അയ്യോ അത് പറഞ്ഞപ്പോഴാ ഇവന് ഒരു ദിവസം ഒരു കൊച്ചിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കൊറേ ഉണ്ട്. രണ്ടാമത്തില് ഒരു ദിവസം ഒരു കൊച്ച് കൊറോണ ടൈമിലാന്ന് തോന്നണം അല്ലേ, ഇങ്ങനെ വിളിച്ചിട്ട് എന്റെ അച്ഛനേക്കാളും എനിക്ക് നിന്നെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞത് ഓർക്കണില്ലേ? ആ കൊച്ചൊക്കെ ഉണ്ടോ അവിടെ? കേരള കാണല്ലേ? അപ്പൊ ഞാൻ വിചാരിക്കും ദൈവം ഇത്രയൊക്കെ ഇവൻ ഇഷ്ടപ്പെടാനായിട്ട് ഇവൻ ആര് എന്നൊക്കെ വിചാരിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. അപ്പം 2 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ, നിനക്ക് എക്സ് ഇല്ലേ? എക്സ് ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ഒന്നെങ്കിൽ നിന്റെ എക്സിനെ നീ വിളിക്കുക. ഓ എന്താ സന്തോഷം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗേളിനെ നീ പ്രപ്പോസ് ചെയ്യാ. ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, സീരിയസ് ആണ്, ലാസ്റ്റ് ആണ് പ്രാങ്ക് എന്ന് പറയാവുള്ളൂ. വേണോ ഇതൊക്കെ? വേണം വേണം വേണം. എടാ എനിക്ക് നിന്നോടാണ് ഇത്ര സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുള്ളൂ, പ്ലീസ്. ഇല്ല, ഏതെങ്കിലും 2 ഒരെണ്ണം എടുത്തോ. എനിക്കങ്ങനെ കൂടുതൽ ലൈക് ഫ്രണ്ട്സ് ഇല്ല, ലൈക് അല്ല, എനിക്ക് ലൈക് ഫ്രണ്ട് സർക്കിൾ എന്റെ ഭയങ്കര ചെറുതാണ്. ഗേൾസ് ഭയങ്കര കുറവാണ്. ആ സാറില്ല, ഉള്ള ഗേളിനെ നീ അങ്ങ് ഇപ്പൊ പറയാ. അതാണോ എടുക്കുന്നത്? നീ ആ ഓപ്ഷൻ ആണ് എടുക്കുന്നത്, എക്സിനെ വിളിക്കലില്ല? പിന്നെ ആണിനെ നീ ആണിനെ വിളിച്ച് പ്രപ്പോസ് ചെയ്യാൻ പോണ ആരെയാന്ന് പറയണേ? ഞാൻ ആലോചിക്കട്ടെ, ആരില്ല അങ്ങനെ. അത് കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പെണ്ണായാ മതി. നിനക്കറിയാവുന്ന ഒരു പെൺകുട്ടീനെ വിളിച്ച് എന്നിട്ട് നീ സീരിയസ് ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയണം പ്രാങ്ക് എന്ന്. അല്ല, തുടക്കത്തിൽ നിന്റെ ചുമ്മാ അഭിനയം ചിരിയും അതും ആ കുട്ടീനെ അറിയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തരത്തിലൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനെ ആരെന്നെ മൈൻഡ് കിട്ടണല്ലോ വിളിക്കാൻ. അതിപ്പം ഒരു ആ കോണ്ടാക്ട് ലിസ്റ്റ് ഞാൻ ഇപ്പൊ നേരിട്ട് കാണാൻ പോവാണ്. അതെ, ഒരാളങ്ങ് വിളിക്ക്. നീ പറഞ്ഞ ശിവാൻഡ്രോ? ശിവാൻഡ്രോ ഇല്ല, ഞാൻ ആരാന്ന് പേരൊക്കെ പറ. സീനിയറിനെ വിളിക്കാൻ കോളേജിലല്ലേ, വേറെ ആരും ഇപ്പൊ എനിക്ക് സീനിയർ.
അന്ന് വിളിക്ക്. സ്പീക്കർ ഇട്ടാട്ടോ സംസാരിക്കണ്ടേ? അയ്യോ എന്താണ് ഇത്ര പേടിക്ക? സ്പീക്കർ ഇട്ടാ സംസാരിക്കണ്ടേ? ഞാൻ കാർമീനെ വിളിക്കാം. കാർമി. ഓക്കെ. കാർമൽ സീനിയർ ആണ്. സീനിയർ SH ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഇല്ല പാസ് ഔട്ട് ആയി. ഞങ്ങള് മൈമിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങള് കമ്പനി ആയിരുന്നു. ഇപ്പൊ ഉള്ളവരാരും ഇല്ല. ഉള്ളവരൊക്കെ എന്തിനാ പ്രാങ്ക് ചെയ്താ ആരെങ്കിലും. സ്പീക്കർ ഇടുന്നേ, കോൾ എടുക്കുമ്പോ തന്നെ സ്പീക്കർ ഇടുന്ന. സീരിയസ് ആയിട്ട് റൂൾസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നെ പോലെ സീരിയസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യണം. ആദ്യം തന്നെ നിന്റെ ആ ചിരി ഒന്നൊക്കെ 10 മിനിറ്റ് ഒക്കെ പിടിച്ചാ പോരെ. 10 മിനിറ്റോ? 2-3 മിനിറ്റ്സ് പിടിച്ചാ പോരെ. കുറച്ച് അത് നാച്ചുറൽ ആവണം. ആ കൊച്ചിന് തോന്നണം നീ ശരിക്കും പ്രപ്പോസ് ചെയ്യണായിട്ട്. കേട്ടല്ലോ? സ്പീക്കർ ഇട്ട് നല്ല വോളിയം വെച്ചാൽ കേൾക്കാൻ പറ്റുന്നില്ല. കാർമി എവിടെയാ? കണ്ണൂർ എന്താ പരിപാടി? ഏതോ അത് ഞാൻ വേറൊരു പറഞ്ഞേക്ക് ഞാൻ വേറൊരു സീരിയസ് കാര്യം പറയാനാ വിളിച്ചത്. എനിക്ക് കാർമീനെ ഇഷ്ടമാണ്. അങ്ങനെയല്ല, ആ ഇഷ്ടമല്ല. അതെ ക്ലീൻസണ്ണി തന്നെ. പ്രാങ്കോളൊന്നല്ല, ശരിക്കും പറഞ്ഞാണ്. ചിരി ഞാൻ എപ്പോഴും ചിരിക്കും അറിയാലോ. ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടൊന്ന് വിളിച്ചിരുന്നു. ഇല്ല ഞാൻ പറഞ്ഞത് സീരിയസ് ആണ്. അയ്യതെന്തോ ഇപ്പഴാണ് കാർമി. എന്തിനാ? ഇല്ല ഞാൻ ഇവിടെ കാക്കനാട് ഉണ്ട്, ചേച്ചിയുടെ വീട്ടിലാ. ആരുമില്ല. ഇത് ഉണ്ടല്ല, ഇത് ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. ഞാന് ആക്ച്വലി ഇവിടെ മൂവിയുടെ ഒരു ഇന്റർവ്യൂ നടക്കുമായിരുന്നു. അപ്പൊ എന്നെ കൊണ്ട് അതെ എന്നോട് പറഞ്ഞു ആരെയും വിളിച്ച് പ്രൊപ്പോസ് ചെയ്യാൻ. കോൾ ലിസ്റ്റ് എടുത്തപ്പോ കാർമീനെ ഓർമ്മ വന്ന്. ഓക്കെ താങ്ക് യു. വിളിക്കാം. ബൈ ബൈ. നിന്നെ ഇഷ്ടാണോന്നും കൂടെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു. നീ എന്തിനില്ലാത്ത പ്രശ്നങ്ങളൊക്കെ മേടിച്ചത്? അല്ല ആ കുട്ടി ആദ്യം അതെനിക്ക് അറിയാന്ന് പറഞ്ഞതോ? ഏത് അല്ല, അത് സാധാ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് സാധാ അല്ല എനിക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ പറയാ. അത് അറിയാലോ. അതിപ്പോ എന്റെ ഫ്രണ്ട്സിന് എല്ലാരും നമുക്ക് ഇഷ്ടമാണല്ലോ. ഓഹോ, ഇഷ്ടം വേറെ. നമ്മള് മറ്റേ ഇതിപ്പോ ഉദ്ദേശിച്ച ഇഷ്ടമല്ലല്ലോ, നമുക്ക് പ്രേമല്ലേ ഇതിൽ ഉദ്ദേശിച്ചത്, പ്രൊപ്പോസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് വേറെ, ഇഷ്ടം വേറെ. മതി, ഇതൊന്ന് കഴിഞ്ഞോ പ്ലീസ്. അങ്ങനെ കെയിൻ വിജയകരമായി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് മഞ്ചാടിക്ക് എന്തെങ്കിലും ഞാൻ ഇപ്പൊ പറയാൻ വരുമായിരുന്നു, നീ മഞ്ചാടിക്ക് ഒരു ടാസ്ക് കൊടുക്ക്. നവരസങ്ങൾ കൊടുത്താലോ നമുക്ക്? വീണ്ടും എനിക്കല്ലേ ടാസ്ക്? എനിക്കല്ല, അവൾക്ക് കൊടുക്ക്. അല്ല നവരസങ്ങൾ കൊടുത്താലോ? നവരസമൊക്കെ അവൾക്ക് സിമ്പിൾ ആയി പോകും. അങ്ങനെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇതിലും മതി. അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് പേരാണല്ലോ. അന്ന് മഞ്ചാടി സിനിമയില് വിട്ടിട്ട് എന്തെങ്കിലും എനിക്ക് എൻജോയ് ചെയ്യണം. മഞ്ചാടി ഇപ്പൊ എനിക്ക് കിട്ടിയ പണിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് എനിക്ക് അതുപോലെ ഇങ്ങനെ ചുമ്മാ നിന്നാ മതിയിടാം. എന്നാലും എനിക്ക് നാണം.
ഓക്കെ. ഇപ്പൊ ജോസുവിന് ഒരു വലിയ ടാസ്ക് കൊടുത്തു. മഞ്ചാരിയുടെ ഏറ്റവും മഞ്ചാരിക്ക് ഫോൺ ഇല്ലാതായതുകൊണ്ട്. ഫോൺ എന്തിനാ? വേറെ അത് നീ പറ. അല്ല എനിക്കറിയാൻ പറയണ്ട, എന്തെങ്കിലും പറഞ്ഞു. ഓക്കെ. മഞ്ചാരി ഇപ്പം എന്താ പറയാ, ബോൺ ആക്ടർ ആണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ എക്സ്പ്രഷൻസ് ഒക്കെ മിന്നി മാറി മറിയുമല്ലോ. ഒരു സീൻ മഞ്ചാരിക്ക് ഇപ്പൊ തോന്നുന്ന ഒരു ലവ് സീൻ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കുക. ഇപ്പൊ അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരാളാണ്, ഇവനെ കൂട്ടൊന്നും വേണ്ട, ഇവനോട് മഞ്ചാരിയുടെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയുന്നു. ഇല്ല, എനിക്ക് സ്ലോ മോഷൻ പാട്ടിട്ടാ മാത്രം എക്സ്പ്രഷൻ വരൂ. അയ്യോ, നമുക്ക് പാട്ട് വെക്കണോ? സ്ലോ മോഷൻ പാട്ട് വെക്കണോ? അല്ല വേണ്ട, കോപ്പിറൈറ്റ് കിട്ടും. നീ ബീജ് ഇങ്ങനെ ഒന്ന് മൂളിക്കോ. എനിക്ക് നോട്ടങ്ങളൊക്കെ വരുള്ളൂ. ആണോ? അത് മതി, നോക്കിക്കോ. അല്ലെങ്കിൽ ക്യാമറ ആക്കാല്ലേ, നിന്നെ ഞാൻ ഫ്രീ ആക്കി വിട്ടേക്കുന്നു. എനിക്കൊരാള് വേണം. ആണോ? അന്ന് ചോദിച്ചെടുത്തോ. ഇങ്ങനെ ബാക്ക് കാണിക്കോ ക്യാമറയില്? ഓക്കെ. മഞ്ചാരിയുടെ മനസ്സിലുള്ള പ്രണയം മഞ്ചാരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് തുറന്നു പറയാൻ പോവാണ്. തുറന്ന് പറയണോ? ആ, പിന്നെ എങ്ങനെയാ? എക്സ്പ്രഷൻ ഇട്ടാ പോരെ? ഡയലോഗും വേണം, എക്സ്പ്രഷനും വേണം. കിടക്കട്ടെ. ഇഷ്ടപ്പെട്ട ഒരാളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ പോകുന്നു. ഓക്കെ. അയ്യോ, എനിക്കല്ല വീണ്ടും ടെൻഷൻ ആയത്. മറുപടി പറഞ്ഞു കേട്ടോ. മറുപടി ഒന്നും ഇല്ലാട്ടാ. ഇല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാ മതി. അല്ലെ, മറുപടി ഒക്കെ പറയണം, എക്സ്പ്രഷൻ ഇടാൻ പറ്റുള്ളൂ. നീ എന്തെങ്കിലും ബീജൊക്കെ ഇട്ടോ? ചെറിയ മഴ. മറുപടി ഞാൻ പറഞ്ഞു. ഹായ്, എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല, വെറുതെ ഇരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വന്നാ. എന്തുറ്റി? ഐ ലവ് യു. ഞാൻ ഇപ്പൊ എന്താ മറുപടി പറയാ? പെട്ടെന്നായി പോയി, ഇത് ഭയങ്കര സ്പീഡായി പോയി. നല്ലതായിരുന്നു, പക്ഷെ ഇതില് ഞാനാണ് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കണ്ടു. ഫ്രണ്ട്സിന്റെ അതൊന്നും കുഴപ്പമില്ല, അത് അമ്മ അപ്പുറത്തിരിക്കുന്നല്ലേ. പിന്നെ എന്താ, ഫ്രണ്ട്സിനൊക്കെ വീട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രപ്പോസൽ അല്ലേ? പക്ഷെ ഇതില് വെറുതെ എനിക്ക് വീണ്ടും ടാസ്ക് കിട്ടിയ. അപ്പൊ ജോസിന് 2 ടാസ്ക് കിട്ടിയോണ്ട് മഞ്ചാരിക്ക് ഒരെണ്ണം കൊടുത്തു. നിന്റെ വിഷമം മാറ്റാം. മഞ്ചാരി കുഴപ്പമില്ല. എനിക്ക് മഞ്ചാടി ഡിസ്ട്രിക്ട് ലെവലൊക്കെ മത്സരിക്കാൻ പോകുന്ന ലാസ്റ്റ് ഇയർ എനിക്ക് മൊണാക്ടിന് പ്രൈസ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഓക്കെ. സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിക്ട് സ്റ്റേറ്റിലെ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും മഞ്ചാടിയുടെ മോണാക്ടും കൂടെ കണ്ടിട്ട് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം അല്ലേ? കുറച്ച് പോർഷനെ ചെയ്യുന്നുള്ളൂ. എനിക്കിപ്പോ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, അതിന്റെ ഒരു കുറച്ച് സീക്വൻസ് ഇടയ്ക്കൂന്ന് ആർക്കും മനസ്സിലാകണ്ട. ഇടയ്ക്കൂന്ന് അങ്ങ് കാണിച്ചത്. എണീറ്റിരുന്നോ? ഈ ജന്മം എങ്ങനെ അച്ഛനായി, മകനായി, ഭർത്താവായി ഇങ്ങനെ ഉരുകി തീർക്കുന്നതിനേക്കാൾ നല്ലത് നീ പറഞ്ഞ അകത്തെ സ്വാതന്ത്ര്യമാണ്. ഭാഗ്യവന്തം പ്രസൂയേഥ മാശൂരം മാഛാ പണ്ഡിതം. അതതിന്റെ കുറച്ച് ഭാഗമുള്ളൂ, അത് ഫുൾ തൊട്ട് കണ്ടല്ലേ കണ്ടിന്യൂഷൻ വെച്ചോ. പക്ഷെ കുറച്ചെന്തെങ്കിലും നല്ല അടിപൊളിയല്ലേ. കോമ്പറ്റീഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനോട് മൊത്തം കാണിച്ചാൽ. അപ്പൊ കാണണ്ട കോമ്പറ്റീഷൻ ഇങ്ങനെയൊക്കെ പറയാമോ? കാണിക്കണ്ടെന്ന്, കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് കാണാന്ന് ഉദ്ദേശിച്ചു. ഓക്കെ. ജോസുവിന് എന്താണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്? എനിക്കെന്താ അടിപൊളി, സൂപ്പർ. അല്ല, മഞ്ചാടിയോടല്ല, പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്. അപ്പോൾ പ്രഭുദേവ സാറിന്റെ ചൈൽഡ്ഹുഡ് ആണ്. എൻ്റെ പടത്തിൽ ഇൻട്രോ തന്നെ വരുന്നത് പഴയ പ്രഭുദേവ സാറിന്റെ എ റഹ്മാൻ കമ്പോസ് ചെയ്ത പേട്ടാറാപ്പ് എന്ന് പറഞ്ഞ പാട്ടിലാണ്. അതൊക്കെ എൻ്റെ വലിയ ഭാഗ്യമാണ്. അപ്പൊ ഇത് എൻ്റെ ഒരു ഡെബ്യൂ മൂവി ആയിട്ട് വരുമ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൻ്റെ ഒപ്പം അത്രയും വലിയൊരു വർക്കിലെല്ലാം വന്നപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് ഫസ്റ്റ് ഡേയ്സ് ഒക്കെ ഹാർഡായിരുന്ന പോലെ കുറേ സ്ട്രഗിൾസിലൂടെയാണ് എല്ലാവരും, ഇപ്പം ഞാനായാലും ഇവരെല്ലാവരും കുറേ അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, എന്നിട്ട് റിവ്യൂസ് ഒക്കെ പറയണം. അപ്പോൾ നമ്മളെ വലിയ ഹാപ്പി ആക്കും, അപ്രിഷിയേറ്റ് ചെയ്യണം. ഓക്കെ. മഞ്ചാടി ഇനി കമ്മിങ് ഒരു പുതിയ മൂവി റിലീസ് ആവാൻ പോവാണ് അല്ലേ? സ്വർഗം ഒക്ടോബറിലായിരിക്കും അതിന്റെ റിലീസ്. ഓക്കെ. റെജി സംഗിളാണ് ഡയറക്ടർ, ലിസി ആന്റി ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, അജു അങ്കിൾ ഉണ്ട്, മഞ്ജു ആന്റി ഉണ്ട്, അനന്യ ചേച്ചി, ജോണി ആന്റി അങ്കിൾ, കുറെ ക്രൂ ഉണ്ട്, കുറെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറെ ആർട്ടിസ്റ്റുണ്ട്. അപ്പൊ ഞാനും ഉണ്ട്. അപ്പം അതിന് 2 സോങ്സ് ഓൾറെഡി ഇറങ്ങി. ഇനിയിപ്പോ 2 ദിവസം കഴിയുമ്പോ പുതിയൊരു സോങ്ങും കൂടെ ഇറങ്ങും. അപ്പം ഇനി അതാണ് ഇനി എല്ലാരും അത് പോയി കാണണം. അതും പോയി കാണണം, പെട്ടാറാപ്പും പോയി കാണണം അല്ലേ?
പിന്നെയും ഒരുപാട് മൂവീസ് രണ്ടുപേർക്കും കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഫ്യൂച്ചർ ഇങ്ങനെ കളർഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.